അയ്യപ്പ ധർമ്മസേന നേതാവ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് റാന്നി കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കുകയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയുമായിരുന്നു. പാലക്കാട് സൗത്ത് പോലീസാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ടെക്നിക്കൽ ആർഗ്യുമെന്റ് മാത്രമാണ് നടപടിയല്ലേ ഇത് പ്രതികാര നടപടി. ഇപ്പൊ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കണം, ശബരിമല പ്രക്ഷോഭം തുടങ്ങിയിട്ട് ഇതിന്റെ 5ാമത്തെ അറസ്റ്റാണ്. ഡീറ്റെയിലിംഗ് കൂടെ ചേർത്ത് 4 5 അറിയില്ല, പോലീസുകാരോട് തന്നെ ചോദിക്കണം ഇവിടുത്തെ. അതുകൊണ്ട് പോലീസുകാരോട് തന്നെ ചോദിക്കണം. ഇതൊക്കെ വെറും സാങ്കേതികത്വം മാത്രമാണ്. എല്ലാ ജാമ്യ വ്യവസ്ഥയും പാലിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ഓർഡർ കിട്ടിയില്ല, കിട്ടിയ ഉടനെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യും. അറസ്റ്റ് പ്രതികാര നടപടിയാണെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വിശദീകരണം. പ്രസാദ് ചേരുന്നു. പ്രസാദ്, രാഹുൽ കേരളത്തിലില്ല, മറ്റെവിടെയോ സ്ഥലത്ത് ധ്യാനത്തിലിരിക്കുകയാണ് എന്ന രീതിയിലാണ് വാർത്തകൾ വന്നിരുന്നത്. ഈ കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഇപ്പോൾ എവിടെ നിന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ന് പാലക്കാട് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ അയ്യപ്പന്മാർക്ക് ഇടത്താവളം ഒരുക്കിക്കൊണ്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് രാഹുൽ ഈശ്വർ ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്നാണ് എത്തിയതെന്ന് അദ്ദേഹം പറയുന്നത്. രാവിലെ നേരെ പാലക്കാട് PWD റെസ്റ്റ് ഹൌസിൽ വെച്ചിട്ടാണ് പാലക്കാട് സൗത്ത് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പമ്പ പോലീസ് സ്റ്റേഷനിൽ എല്ലാ ശനിയാഴ്ചയും വന്ന് ഒപ്പിടണം എന്നതായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ജാമ്യവ്യവസ്ഥ. ഇത് ലംഘിച്ചതിനെ തുടർന്നാണ് ജാമ്യം റദ്ദാക്കുകയും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാൻ റാന്നി കോടതി ഉത്തരവിടുകയും ചെയ്തത്. ഇന്നലെ രാഹുൽ ഈശ്വർ പറയുന്നത് ഇതൊരു പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിലുണ്ടായിരുന്നത്. താൻ കഴിഞ്ഞ 5 ആഴ്ചകളിലും ഒപ്പിട്ടിരുന്നു. പക്ഷേ ഒരു തവണ അത് നേരത്തെ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. അന്ന് ശനിയാഴ്ച എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ ഈശ്വർ അന്ന് ഡൽഹിയിലായിരുന്നു. പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച തന്നെ വന്ന് ഒപ്പിടാമെന്ന് പോലീസിനെ അറിയിച്ചതാണ്. അവർ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് പോലീസ് ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുകയും ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. സമരം ചെയ്തതിന്റെ പേരിൽ തന്നെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ വേട്ടയാടുന്നത് എന്നതാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ആരോപിക്കുന്നത്. മറ്റൊന്ന്, ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നു. ശരി പ്രസാദ്.